ഹലോ, നമസ്കാരം. ഈ ഒപ്പീനിയൻ എന്നുള്ളതും റിവ്യൂ എന്നുള്ളതിനും രണ്ടിനും രണ്ട് അർത്ഥങ്ങളുള്ളത് തോന്നുന്നു. നമ്മളൊക്കെ ആക്ച്വലി പറയുന്നത് നമ്മുടെ ഒപ്പീനിയനാണ്, നമ്മുടെ അഭിപ്രായമാണ് ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ റിവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും തുടക്കം തൊട്ടേ ഈ റിവ്യൂ കൊടുത്തിട്ട് ഈ സെർച്ചിൻ്റെ അകത്ത് ഈ സാധനമാണ് പോപ്പുലറായിട്ട് കിടന്ന് കളിക്കുന്നത്. സോ അതുകൊണ്ടാണ് എല്ലാവരും ഒപ്പീനിയനാണ് ആക്ച്വലി പറയുന്നത്. ബട്ട് കൊടുക്കുമ്പോൾ റിവ്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു എന്ന് മാത്രം. എല്ലാവരും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അത് ജസ്റ്റ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടു. നല്ല മര്യാദയുള്ളൊരു സിനിമ, നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. ഇതാണ് വളരെ ചുരുക്കത്തിൽ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. എനിക്ക് ഓവറോൾ സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ടത് ഓഫ് കോഴ്സ് ചാക്കോച്ചനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ വിശാഖ് നായർ, എൻ്റെ ചങ്ങാതി, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പെർഫോമൻസ്. എന്ത് ഗംഭീരമായിട്ടാണ് പുള്ളിക്കാരൻ അഭിനയിക്കുന്നത്. വൃത്തിയുടെ ക്യാരക്ടറാണ്, നെഗറ്റീവ് പരിപാടിയാണ്, വില്ലൻ പരിപാടികളൊക്കെയാണ് മൂപ്പര് ചെയ്യുന്നത്. അപ്പോൾ ആ ഊളത്തരങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട്, അതങ്ങനെ പറയണം, നല്ല സ്റ്റൈലായിട്ട് നല്ല സ്വാഗായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആസ് ആൻ ആക്ടർ ആട്ടോ ഞാൻ പറയുന്നത്. റിയൽ ലൈഫിൽ അതൊന്നും നമുക്ക് എന്താ പറയുക എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ആസ് ആൻ ആക്ടർ ആ കഥാപാത്രം പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല സ്വാഗുള്ളൊരു ആക്ടറാട്ടോ, നല്ല സ്വാഗുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ പുള്ളിയുടെ കാര്യം എടുത്ത് പറയാൻ കാരണം, ഈ സിനിമയ്ക്കകത്ത് ചാക്കോച്ചനെ നമുക്ക് അറിയാം. വിശാഖ് നായരെയൊക്കെ അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, പുള്ളിനെ ഞാൻ ഈ രീതിയിൽ ഈ ഒരു സിനിമയ്ക്കകത്താണ് കാണുന്നത്. നല്ല കാലിബറുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ടറാണ് പുള്ളി. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ. പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തോന്നുന്നു അല്ലേ, എന്തൊക്കെയോ സീരീസും എന്തൊക്കെയോ അല്ലേ OTT-യിലൊക്കെ എന്തൊക്കെയൊക്കെയോ പുള്ളി ചെയ്യുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് വലിയ എന്താ പറയുക അത്ഭുതമായിട്ടൊക്കെ ഇത് തോന്നുന്നു. കണ്ട ആൾക്കാർ വേറെ ഉണ്ടാവും. ഞാൻ ഈ സിനിമയ്ക്കകത്താണ് മൂപ്പരുടെ ഇജാതി പെർഫോമൻസ് ഒക്കെ കാണുന്നത്. പിന്നെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സിനിമയാണ്, ഒരു തമാശ, ഒരു കുപ്പി എന്നുള്ള കഥാപാത്രമൊക്കെ മൂപ്പര് ചെയ്തല്ലോ. അതിൽ മൂപ്പര് ഒരു പഞ്ചപാവ അങ്ങനെ ഒരു കോമഡി പരിപാടിയൊക്കെ ചെയ്തൊരു ചങ്ങാതി. ഇതിലേക്ക് വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതാണ് ഞാൻ പറയുന്നത്, നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു നല്ല കാലിബറുള്ളൊരു ആക്ടറാണെന്ന് ഞാൻ പറയാൻ കാരണം, പുള്ളിക്ക് ഏത് പരിപാടിയും പറ്റും തോന്നുന്നുണ്ട്. മൂപ്പരുടെ ബോഡി ലാംഗ്വേജ്, മൂപ്പരുടെ വോയിസ്, ആ വോയിസ് മോഡുലേഷൻ, ആ വില്ലനസ് ആയിട്ടുള്ള പരിപാടി മൂപ്പര് ചെയ്യുന്നത് നല്ല സ്റ്റൈലുണ്ട് കാണാൻ. അതാ പറഞ്ഞത്, നല്ല ഗംഭീര ആക്ടറാണ് പുള്ളി. ഇതിൻ്റെ അകത്ത് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മാത്രമല്ല, പുള്ളിയുടെ കൂടെയുള്ള ഗ്യാങ് ഉണ്ട്. എനിക്ക് പേരറിയില്ല, എല്ലാവരും ക്ഷമിക്കുക, പേരറിയില്ല. ഞാൻ നിങ്ങളെയൊക്കെ നോട്ട് ചെയ്തു. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിനയമൊക്കെ ഞാൻ കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. വിശാഖിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, വിശാഖിൻ്റെ പേര് എനിക്ക് അറിയാം, മൂപ്പരത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആസ് എ പ്രേക്ഷകൻ. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, എടുത്തു പറയാം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലന്മാരായിട്ട് ചെയ്ത എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സ്വാഗൊക്കെ ഉണ്ട് ആ പരിപാടിയുടെ. പിന്നെ ഇനി അടുത്തത് നമ്മുടെ ചാക്കോച്ചിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, മൂപ്പര് കീഴലെ സന്തോഷമുണ്ട് പുള്ളിനെ ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. കാരണം ആസ് ആൻ ആക്ടർ പുള്ളി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിലൊക്കെ മൂപ്പരുടെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം റഫായിട്ടൊക്കെയാണ് മൂപ്പര് ആസ് ആൻ ആക്ടർ ഞാൻ പറയുന്നില്ല, സീനുകളൊന്നും പറയുന്നില്ല, നമുക്ക് കാണുമ്പോൾ ഇയാളെന്തോ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. അടിപൊളിയായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ സീനുകളൊക്കെ ആണെങ്കിലും മൂപ്പര് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചനെ കുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയേണ്ട കാര്യമില്ല. മൂപ്പരൊക്കെ ഓൾറെഡി നല്ല ആക്ടറാണ്, ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. അപ്പോൾ കൂടുതൽ പറയുന്ന വെറുതെ ക്ലീശയായി പോകും, അല്ലെങ്കിൽ ക്രിഞ്ചായി പോകും. ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ചാക്കോച്ചൻ്റെ ഇതിൽ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ബേസിലിനെ കുറിച്ചിട്ട് മമ്മൂക്കേനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. എന്താ പറയുക, അവരോടൊരു വിശ്വാസമൊക്കെ ഉണ്ട് നമുക്ക് എന്ന്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ പറയുകയാണ്, ആസ് എൻ ആക്ടർ ചാക്കോച്ചനോട് ഒരു വിശ്വാസമൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തോന്നുന്നുണ്ട്. കാരണം അടുത്ത കാലത്തായിട്ട് മൂപ്പര് ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഗംഭീര ഹിറ്റായോ സെമി ഹിറ്റായോ എന്നുള്ളതൊക്കെ വേറെ മാറ്റർ. പക്ഷെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പ്രേക്ഷകരോടൊരു ആത്മാർത്ഥതയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പുള്ളി കാണിക്കുന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സിനിമകൾ ചെയ്യുന്നു, നല്ല സിനിമകളുടെ ഭാഗമാവാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് മൂപ്പരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം പുള്ളിയോട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമ ആണെങ്കിൽ ഞാൻ ഭീകര സിനിമയായിരിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ
നിരാശപ്പെടുത്തിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ കാണുക സിനിമ, നിരാശപ്പെടുത്തില്ല. അതാ പറഞ്ഞത്, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. അത് നല്ല മര്യാദയുള്ളൊരു സിനിമയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കിത് മര്യാദയുള്ള നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഓവറോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇനി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് ആണ് പോകുന്നത്. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഗംഭീരമായിട്ട് എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫൊക്കെ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ഒരു എൻഗേജ്മെൻറ്റ് ഫാക്ടർ സെക്കൻഡ് ഹാഫിലേക്ക് എത്താത്ത പോലെ എനിക്ക് തോന്നി. മനസ്സിലായ? കുറച്ചും കൂടിയും ഒന്ന് എൻഗേജിങ് ആക്കാമായിരുന്നു സ്ക്രിപ്റ്റിങ്ങിൽ എന്ന് എനിക്ക് ആക്ച്വലി തോന്നി സെക്കൻഡ് ഹാഫിൻ്റെ കേസിൽ. അതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഭീകരമായിട്ട് എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്സിങ് എനിക്ക് സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്, അത് വലിയ നെഗറ്റീവ് അല്ല. ബട്ട് ഓവറോൾ ഈ ഒരു സിനിമയെ നോക്കി കാണുന്ന സമയത്ത് നല്ലൊരു സിനിമ. മനസ്സിലായ? നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള മര്യാദയുള്ളൊരു സിനിമ. അങ്ങനെ തന്നെ പറയണം, ഡീസൻ്റ് ആയിട്ടുള്ള മര്യാദ ഉള്ളൊരു സിനിമ എന്ന് തന്നെ പറയണം. കാരണം ഞാൻ ഇവിടെ കുറേ സിനിമകൾ വയറിളക്കം പിടിച്ച പോലെ ഇറങ്ങി വരുന്നുണ്ട്. എന്തോരം വയറിളക്കം പിടിച്ച സിനിമകളാണ് വരുന്നത്. പ്രേക്ഷകരെ ഒരു രീതിയിലും മാനിക്കാതെ, പ്രേക്ഷകർക്ക് ഒരു ബഹുമാനം കൊടുക്കാതെ, അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് കുറേ തൊലിഞ്ഞ സിനിമകൾ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആത്മാർത്ഥതയില്ലാതെ, ഒരു കോണകവും ഇല്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സിനിമകളെയൊക്കെ എന്താ പറയുക, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, ഞാൻ അംഗീകരിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ അംഗീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ നല്ല മര്യാദയുള്ള, നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമ, കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ളൊരു സാധനം നമുക്ക്, അല്ലെങ്കിൽ പോയിരുന്ന് കണ്ട ഒരു സമയമുണ്ടല്ലോ, നമ്മൾ കളയുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് വർത്തായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങളുടെ കേസ് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു നോക്കൂ. ഇതെൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. ഇതെൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ അഭിപ്രായം, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചാക്കോച്ചൻ്റെ കേസ്, വിശാഖിൻ്റെ കേസ്, ഈ വില്ലന്മാരുടെ കേസൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആരാണ്, അയ്യോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, നമ്മുടെ പ്രിയാമണി, അല്ല ജഗദീഷ് ചേട്ടൻ. എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, സ്ക്രിപ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ സ്ക്രിപ്റ്റിങ്ങിലല്ലല്ലോ, ക്യാമറ ഓണാക്കി അടിക്കുകയാണല്ലോ അപ്പോൾ തോന്നിയത്. ജഗദീഷ് ചേട്ടൻ ഇതിൻ്റെ അകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കൊക്കെ ഇത് ഏകോക്ക് പരിപാടിയാണ്. കുറച്ചേ ഉള്ളൂ, പക്ഷെ കൊടുത്ത സാധനം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയാമണി ഒരുപാടൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് വികസിപ്പിക്കാനുള്ളതൊന്നുമില്ല, പക്ഷെ കൊടുത്ത പാർട്ട് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കൊച്ച് അഭിനയിച്ചിട്ടുണ്ട്, ചാക്കോച്ചൻ്റെ കൊച്ചായിട്ട് അഭിനയിച്ച അവരും ആ കുട്ടിയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇത്രേ പറയാനുള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട്. അപ്പോൾ ചാക്കോച്ചനെ കുറിച്ചിട്ട് വീണ്ടും പറയുന്നു, എന്നാ താൻ കേസ് കൊട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചതാണ്. അയാളുടെ പൊട്ടൻഷ്യൽ, അയാളുടെ ഒരു കാലിബർ, അയാളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു വെച്ചൊരു സാധനമാണ് അത്. ഗംഭീര സിനിമയായിരുന്നു, ഗംഭീര കഥാപാത്രമായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, പുള്ളിക്ക് എല്ലാ തരവും പരിപാടിയും പറ്റും. അത് നല്ല സ്ക്രിപ്റ്റ് മൂപ്പര് തിരഞ്ഞെടുത്താൽ മതി, നല്ല രീതിയിൽ ഡയറക്ടേഴ്സ് പുള്ളിനെ ഉപയോഗിച്ചാൽ മതി, പുള്ളി വേറെ ലെവലിലേക്ക് എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പുള്ളിയുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാവുന്നുണ്ട്, വെറുതെ മേപ്പെട്ട് നോക്കി ഇരിക്കുകയല്ല, ശ്രമം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ജയത്തിലേക്ക് എത്തട്ടെ. ഇനി അങ്ങോട്ടാണെങ്കിലും ഗംഭീര സിനിമകളുടെ ഭാഗമൊക്കെ ആവട്ടെ. ഇപ്പം മറ്റേ മമ്മൂക്ക, മോഹൻലാൽ സിനിമയുടെ വലിയ ഒരു സിനിമയൊക്കെ വരുന്നുള്ളൂ, അതിൻ്റെ അകത്ത് ചാക്കോച്ചനൊക്കെ ഉണ്ട്, സന്തോഷം. പിന്നെ ചാവേർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ, ചാവേറാണോ, അയ്യോ ചാവേർ, ചാവേർ. ആ സിനിമ ഇവിടെ വലിയ ഗംഭീര ഹിറ്റ് അങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല, പക്ഷെ ആ സിനിമയിൽ മൂപ്പരുടെ ക്യാരക്ടർ അത് ഭയങ്കര പവറായിരുന്നു. പുള്ളി നല്ല സ്വാഗുള്ളൊരു മനുഷ്യനാണ് ചാക്കോച്ചനെ. പക്ഷെ ആ സിനിമ എന്തോ ഓവറോൾ പോരാതെ വന്നു, അതുകൊണ്ട് വലിയ ഹിറ്റിലേക്ക് എത്തിയില്ല ആ സിനിമ. പക്ഷെ അതിൻ്റെ ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ടിനു പാപ്പച്ചൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നല്ല രസമായിരുന്നു എടുത്തു വെച്ചതൊക്കെ. മറ്റേ ചാക്കോച്ചൻ്റെ ക്യാരക്ടറാണെങ്കിലും ഗംഭീരമായിരുന്നു, നല്ല സ്വാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ലെവലിൽ പോയേനെ അത്, പുള്ളിയാണെങ്കിലും വേറെ ലെവലിൽ പോയേനെ. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ക്രിപ്റ്റ് വീക്കായി പോയി അതിൻ്റെ. അപ്പോൾ അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകൾ കിട്ടട്ടെ. ഇനി മൂപ്പരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും നല്ല അറ്റംപ്റ്റ് ഉണ്ടാവുന്നുണ്ട് ചാക്കോച്ചൻ്റെ ഭാഗത്ത്. ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, ആത്മാർത്ഥമായൊരു അറ്റംപ്റ്റ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പ്രേക്ഷകരോട് ഒരു കമ്മിറ്റ്മെൻറ്റ് പുള്ളി ആത്മാർത്ഥമായിട്ട് കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആസ് എ പ്രേക്ഷകൻ. ഞാൻ അത്തരത്തിലുള്ള ആക്ടേഴ്സിനെ ബഹുമാനിക്കും. ഇത്രേ പറയുന്നുള്ളൂ. ബൈ ബൈ.
അയ്യോ, ഒരു കാര്യം കൂടി പറയാൻ പറ്റൂ. ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നവരോടാണ്, ഇതൊരു സീറ്റഡ്ജ് ത്രില്ലർ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനിത് പറഞ്ഞു വന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇരുന്ന് തള്ളുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ വിചാരിച്ചിട്ട് ഇനി പോയി കണ്ടിട്ട് ഇനി ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ചീത്ത വിളിക്കാൻ വേണ്ടി വരരുത്. പറയുന്നു ഞാൻ, ഇതൊരു സീറ്റഡ്ജ് ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, ആരായിരിക്കും ഇങ്ങനെ വിചാരിച്ച് നമ്മളിങ്ങനെ സീറ്റിൻ്റെ അറ്റത്ത് പോയി ഇരുന്നിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് അങ്ങനെ ഒരു സിനിമ അല്ല കേട്ടോ ഇത്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പോവല്ലേ. ഇതിൽ നമുക്ക് പരിപാടികളൊക്കെ എന്താ പറയുക, ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരുന്നൊരു സംഗതിയാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളൊരു ഫാക്ടറാണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളത്. അല്ലാണ്ട് സീറ്റഡ്ജ് ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു ഐറ്റം അല്ല. അത് പ്രതീക്ഷിച്ചിട്ട് പോകരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കി സബ് ടീക്ക് സിനിമ എൻജോയ് കരയുക. ബൈ ബൈ.